വയൽ ചുള്ളി എന്ന ഔഷധ സസ്യത്തെക്കുറിച്ച് അറിയാമോ? ഔഷധ ഗുണം കൊണ്ട് സമ്പുഷ്ടമായ വയൽ ചുള്ളിയെ കൊണ്ട് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. വെള്ളക്കെട്ടിൽ അടുത്ത് മാത്രം വളരുന്ന വയൽ ചുള്ളി മിക്ക ആളുകൾക്കും പരിചിതമാണ്. ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിനുള്ളൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ ഈ വീഡിയോ. പോഷകങ്ങളുടെ ഒരു ശക്തി കേന്ദ്രം, കേരളത്തിൻ്റെ തീരദേശ രുചി. ഇതുപയോഗിച്ച് തോരൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മുള്ളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇളയ ഭാഗം, അത് തലഭാഗമാണ് നമ്മൾ നുള്ളിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇളയ ഭാഗം എടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റുള്ള ഒരു തോരനാണ്. അപ്പോൾ ഇതിൻ്റെ ഇളയ ഭാഗമൊക്കെ നമ്മൾ നുള്ളിയെടുക്കുകയാണ്. ആയുർവേദത്തിൽ ഇതിനെ കോകിലാക്ഷ എന്നാണ് പറയുന്നത്. കോകിലാക്ഷ കഷായത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിൻ്റെ ഔഷധ ഗുണം 2-3 വാക്കുകളുടെ പറഞ്ഞു തീരുന്നതല്ല. സർവ്വൌഷധം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഇളയ ഇലയൊക്കെ നമ്മൾ പറിച്ചെടുത്തു. ചെറിയ മുള്ളുകൾ ഉണ്ടാകും, അത് പറ്റുന്നതൊക്കെ നമ്മളൊന്ന് നുള്ളിക്കളയുക. അതിനുശേഷം നല്ല വൃത്തിയായി കഴുകുക. അതിനുശേഷം നല്ല ചെറുതായി മുറിക്കുക. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മുമ്പൊരു വീഡിയോ ഞാൻ വിശദമായി ഇതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡീസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. വയൽച്ചുള്ളി ഉണക്കി പൊടിച്ച പൊടി വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് ആർത്രൈറ്റിസ്, മുട്ടുവേദന, വേദന എന്നിവയ്ക്ക് നല്ലതാണ്. ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങളെ സംരക്ഷിക്കുവാനും ഇത് വളരെ നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വയൽച്ചുള്ളിയുടെ ഇലയിൽ നടത്തിയ പഠനങ്ങൾ പറയുന്നത് ഇത് വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വേദനയ്ക്കൊക്കെ, ശരീരവേദനത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇതൊക്കെയാണ് തോരൻ വയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിടുക. അതിനുശേഷം ചെറിയ ഉള്ളി ഇട്ട് വാട്ടുക. ഇത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും ഇൻഫെക്ഷൻ കുറയ്ക്കാനൊക്കെ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു. കൂടാതെ കിഡ്നിക്കൊക്കെ നല്ലതാണ്. പുരുഷന്മാരിൽ സ്പേം കൗണ്ട് കൂട്ടുവാൻ ഇതിൻ്റെ വിത്തും വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാടേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത്. അപ്പോൾ നമുക്കിത് തോരൻ വെച്ച് കഴിക്കുന്നത് എത്രമാത്രം ഗുണമുള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനുശേഷം തേങ്ങ ഇടുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ചെറുതായി മുറിച്ച വയൽച്ചുള്ളി ഇലകൾ ഇതിലേക്കിട്ട് നമുക്ക് തോരൻ വയ്ക്കാവുന്നതാണ്. കുറച്ച് മൂപ്പുള്ള ഇലകളാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഇത് ചെറിയ ഇലകളാണ്, നല്ല ഇളയ ഇലകളായതുകൊണ്ട് തന്നെ ഇത് വേഗം വെന്ത് കിട്ടി. ഇത് വളരെ ടേസ്റ്റുള്ളതാണ്. ഔഷധ സസ്യമാണെന്ന് കരുതി കയ്പോ ഒന്നുമില്ല. വളരെ നല്ല ഒരു ടേസ്റ്റുള്ള തോരനാണ്. എല്ലാവരും കഴിച്ചു നോക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളും കിട്ടും, ടേസ്റ്റിലൂടെയും നമുക്ക് ഈ ഔഷധ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഹെൽത്ത് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.